നമസ്കാരം. തുടരന്വേഷണങ്ങൾ, നിയമ നടപടികൾ, പിന്നെ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ കൊടും കുറ്റവാളികളെയും കാണാം. കണിമംഗലം കൊലപാതക കേസിൽ പ്രതികൾ പിടിയിലായി. വൃദ്ധ ദമ്പതികളെ ബന്ദികളാക്കി ദമ്പതികളൊരാളെ കൊന്ന് കവർച്ച നടത്തിയ അയൽവാസികളായ 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. അയൽവാസിയായ ഷൈനി, കാമുകൻ മനോജ്, ഷൈനിയുടെ 17 വയസ്സുള്ള മകൻ, മകന്റെ സുഹൃത്ത് തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിസിനസ് തകർന്നതിനെ തുടർന്ന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് പ്രതികൾ പറയുന്നു. ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് ഡാനിപ്പോൾ നൽകുന്നു. കൊല്ലപ്പെട്ട കൈതക്കാടൻ വിൻസെന്റുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽക്കാരിയായിരുന്നു ഷൈനി. കാമുകൻ മനോജുമായി ചേർന്നാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ഭർത്താവുമായി വേർപിരിഞ്ഞ ഷൈനി വർഷങ്ങളായി മനോജുമായി അടുപ്പത്തിലായിരുന്നു. പല ബിസിനസ്സുകളും ചെയ്ത് നഷ്ടത്തിലായ ഇവർ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനാണ് കവർച്ച നടത്തിയത്. ഷൈനിയുടെ 17 വയസ്സുള്ള മകൻ, മകന്റെ 16 വയസ്സുള്ള കൂട്ടുകാരൻ എന്നിവരും കവർച്ചയിൽ പങ്കാളികളായി. ഇരുവരും വിദ്യാർത്ഥികളാണ്. ദമ്പതികളെ കെട്ടിയിടാൻ ഉപയോഗിച്ച കയറും ടേപ്പും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. വിവിധ ടീമുകളായി തിരിഞ്ഞു. കടക്കാരെ അപരിചിതരായ പോലീസ് വെളിവാക്കുവാൻ വിസമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമീപത്ത് പരിചിതരായ ആളുകളെ ഞങ്ങൾ വീണ്ടും അയച്ചു. അങ്ങനെയാണ് കയർ വാങ്ങിക്കൊണ്ടുപോയ വ്യക്തിയെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. അന്ന് ഞങ്ങളുടെ തലേ ദിവസത്തെ സംശയവും ഈ പിണിക്കയറിൻ്റെ തുമ്പും അതാണ് ഈ കേസിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കവർച്ച ചെയ്യപ്പെട്ട ആഭരണവും പണവും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തിരിച്ചറിയില്ല എന്ന വിശ്വാസത്തിൽ പ്രതികളാരും ഒളിവിൽ പോയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചി നീറ്റ ജലാറ്റിൻ കമ്പനിക്ക് നേരെ ആക്രമണം നടന്നിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് സൂചനയില്ല. അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ വലയുകയാണ് പോലീസ്. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ നീറ്റ ജലാറ്റിൻ കമ്പനിക്ക് നേരെ ആക്രമണം നടത്തിയത്. മുഖംമൂടി ധരിച്ചെത്തിയ 9-അംഗ സംഘം രാവിലെ 7:50-നാണ് ഓഫീസ് ആക്രമിച്ചത്. സെക്യൂരിറ്റിയെ തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു മലയാളി ഉൾപ്പെട്ട സംഘം ഓഫീസിൻ്റെ വാതിലും ജനൽ ചില്ലുകളും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അടിച്ചു തകർത്തത്. സംഭവസ്ഥലത്ത് നിന്ന് മാവോയിസ്റ്റ് ലഘുലേഖയും പോലീസ് കണ്ടെടുത്തിരുന്നു. പാർട്ടിയുടെ 10-ാം വാർഷികം പോരാട്ടത്തിൻ്റേതാക്കാം എന്നും സാമ്രാജ്യത്വ ഭീകരന്മാരായ കമ്പനിക്കെതിരെ പോരാട്ടം തുടരണമെന്നും സൂചിപ്പിച്ച് CPI മാവോയിസ്റ്റ് എന്ന പേരിലായിരുന്നു ലഘുലേഖ. IG MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 9 പ്രതികൾക്കെതിരെ UAPA നിയമം പോലീസ് ചുമത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്നവരെ കമ്മീഷണർ KG ജെയിംസിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഇതിനിടെ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് CPI മാവോയിസ്റ്റിൻ്റെ മറ്റൊരു ലഘുലേഖയും പുറത്തുവന്നു. എന്നാൽ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചില്ലെന്നാണ് സൂചന. CCTV ക്യാമറയിൽ പതിഞ്ഞ പ്രതികളുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്യസംസ്ഥാനത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായും IG അറിയിച്ചിരുന്നു. പട്ടാപ്പകൽ 9-അംഗ സംഘം ആക്രമണം നടത്തി 2 ആഴ്ചയാകാറായിട്ടും പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കാത്തത് പോലീസിന് നാണക്കേടായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസിന്റെയും ബന്ധുക്കളുടെയും നിരന്തര പീഡനം കാരണം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ചെറുപുഴയിലെ ബിനീഷും ഭാര്യയും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ ഉപനേതാവിനും പരാതി അയച്ചു. ബന്ധുക്കളിൽ ചിലർ പോലീസിലും എക്സൈസിലും വഴിവിട്ട രീതിയിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായും ബിനീഷ് പരാതിയിൽ പറയുന്നു. ആഗസ്റ്റ് 27-ന് വിവാഹിതരായ ചെറുപുഴയിലെ മൂലക്കാൽ ബിനീഷും ഐശ്വര്യയും ഐശ്വര്യയുടെ വീട്ടുകാരുടെയും പോലീസിന്റെയും സദാചാര ഗുണ്ടായിസത്തിൽ മനംനൊന്ത് കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദമ്പതികൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രി വിട്ടു. തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുകയും കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസിനും എക്സൈസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ ഉപനേതാവിനും ദമ്പതികൾ പരാതി നൽകി. സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് കേസെടുക്കുന്നില്ല, അത്തരത്തിലുള്ള ഇതെല്ലാം വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എക്സൈസുകാർ പറയുന്നത് ഇപ്പോൾ നീ കുറ്റം സമ്മതിക്ക്, എനിക്ക് വേണ്ട സൗകര്യമെല്ലാം നമ്മൾ ചെയ്തുതരാന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐശ്വര്യയുടെ ബന്ധു കാസർഗോഡ് CI സുധാകരൻ അടക്കമുള്ളവർ നിരന്തരം തന്നെയും ബന്ധുക്കളെയും പീഡിപ്പിക്കുന്നതായും ബിനീഷ് പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹത്തിന് സഹായിച്ച ബിനീഷിന്റെ സുഹൃത്തുക്കളെ അടക്കം CI സുധാകരൻ വേട്ടയാടുന്നതായും പറയുന്നു. ആലക്കോട് CI സുധാകരൻ പിന്നെ ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കൂല, നിന്നെ മാത്രമല്ല നിന്റെ കൂട്ടുകാരെ എല്ലാവരും ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പോലീസുകാരെ നിരന്തരം ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങും, വീട്ടിലുള്ളവരോട് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കും. ഭാര്യയും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ. പോലീസിന്റെ നിരന്തരമുള്ള ഭീഷണി, പീഡനങ്ങൾ ഒരുപക്ഷെ ഈ ദമ്പതികൾ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടാകുമായിരുന്നില്ല. പ്രാപ്പോയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രമാണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിവന്ന യുവ മാന്ത്രികൻ പ്രമോദ് കേരളയ്ക്ക് വധഭീഷണിയെന്ന് പരാതി.
യുവമാന്ത്രികനെ ആക്രമിച്ച ബാങ്ക് ജീവനക്കാർക്കെതിരെ പരാതി നൽകി ഒരു മാസമായിട്ടും നടപടിയില്ല. ബാങ്കിൽ നടപടി പ്രതിഷേധിച്ച് ആണിക്കെട്ടിൽ കിടന്ന് മാന്ത്രികൻ പ്രതിഷേധിച്ചു. ആ കാഴ്ചയിലേക്ക്. വിദ്യാഭ്യാസ വായ്പയ്ക്കായാണ് പ്രമോദ് കേരള എന്ന യുവമാന്ത്രികൻ ജില്ലാ സഹകരണ ബാങ്കിന്റെ കണ്ണനല്ലൂർ ശാഖയിൽ 21 സെന്റ് സ്ഥലം ഈടായി നൽകിയത്. 1.5 ലക്ഷം രൂപ ഒടുക്കിയ ശേഷം സഹോദരിയുടെ വിവാഹത്തിനായി പ്രമാണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് ബാങ്കിൽ നിന്ന് പ്രമാണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പരാതിയുമായി ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KC രാജനെ സമീപിച്ചപ്പോൾ ഇന്ദ്രജാലത്തിലൂടെ നഷ്ടപ്പെട്ട പ്രമാണം കണ്ടെത്താൻ പറഞ്ഞ് തന്നെ പരിഹസിച്ചുവെന്ന് പ്രമോദ് കേരള പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പ്രമാണത്തിനെ പറ്റി തിരക്കിയ പിന്നെ അവർ തന്നില്ല. അവസാനം എൻ്റെ പെങ്ങളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് കുറച്ച് വസ്തു വിറ്റ് അവളെ കല്യാണം കഴിപ്പിക്കണമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പ്രമാണം ഇവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് KC രാജൻ സാറിനെ പോയി കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞ് പ്രമോദ് ഒരു മജീഷ്യനല്ലേ, മാജിക്കിലൂടെ പ്രമാണം എടുത്തെങ്കിൽ ഉടനെ തിരിച്ചു കൊണ്ടുവെക്കുക, എന്നെയും എൻ്റെ പ്രൊഫഷനെയും അവമാനിക്കുകയാണ് ചെയ്തുകൊണ്ടായത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും എന്തെങ്കിലും തനിക്ക് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണെന്നും പ്രമോദ് കേരള മുന്നറിയിപ്പ് നൽകി. എൻ്റെ വിഷയം പത്രമാധ്യമ സുഹൃത്തുക്കൾ എടുത്തിട്ടു. അന്നേരം ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇത് പ്രശ്നങ്ങളെല്ലാം സോൾവായി, പ്രമോദ് കേരളയ്ക്ക് പ്രമാണം തിരിച്ചു കൊടുത്തെന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞു. ഈ പ്രസ്താവന വളരെ തെറ്റാണ്. തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ അവർ തെറ്റിദ്ധരിപ്പിച്ചേക്കുവാണ്. അതിലൂടെ പത്രമാധ്യമ സുഹൃത്തുക്കളെയും ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ അവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു നിയമം നമ്മൾ ഇന്ത്യ ഭരണഘടനയുണ്ട്. പക്ഷെ അതുപോലും ഇപ്പോൾ ഈ അധികാരികൾ പാലിക്കുന്നില്ല. ഇപ്പം എൻ്റെ ജീവനും എൻ്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ്. ഞങ്ങൾ ആരെ പോയി കാണണം? ബാങ്കിന് മുമ്പിൽ സത്യഗ്രഹ സമരം നടത്തിയപ്പോൾ 2 ജീവനക്കാരെത്തി തന്നെ മർദ്ദിച്ചു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പ്രമോദ് കേരള പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് ചകിരിക്കടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. നാട്ടുകാരുടെയും ട്രാക്ക്മാന്റെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തമാണ് ഒഴിവായത്. തുടർച്ചയായി റെയിൽവേ ട്രാക്കിൽ വിള്ളൽ രൂപപ്പെടുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. രാവിലെ 9 മണിയോടെ പ്രഭാത സഫാരിക്ക് ഇറങ്ങിയവരാണ് റെയിൽപാളത്തിലെ വിള്ളൽ കാണുന്നത്. ഉടൻ ട്രാക്ക്മാനെയും തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററിനെയും ഫോണിൽ ട്രാക്കിലെ വിള്ളലിനെക്കുറിച്ച് അറിയിച്ചു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ ട്രാക്ക് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പൊട്ടൽ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കീമ നടന്നു വന്ന് അയാളുടെ പറഞ്ഞ് എൻ്റെ ഫോണില്ലാതെ വേറൊരാളുടെ ഫോൺ മേടിച്ചു കൊടുത്ത് അയാളെ കൊണ്ട് വിളിച്ച് പലയിടത്തും പറയിപ്പിച്ചു. നേരത്തെ അത് പൊട്ടലിനുള്ള സാധ്യതയുണ്ട്, അത് വരച്ചിട്ടിരിക്കുക അവിടെ. അതിനൊരു ആണിയും കൊടുത്തിട്ടുണ്ട് അവർ. അങ്ങനെ സംഭവിച്ചാൽ വലുതെന്ന് പറഞ്ഞാൽ വലുത് ഞങ്ങളൊക്കെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. രാത്രി അങ്ങനെ വണ്ടി മറിഞ്ഞെങ്കിൽ എന്തായാലും സ്ഥിതി. ഇതിൻ്റെ ഇടയ്ക്ക് മെറ്റിൽ വണ്ടി പോയിരുന്നെങ്കിൽ ഇതിനൊക്കെ സുഖമായപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറം ഇളകി പോയെന്ന് മെറ്റിൽ വണ്ടിയാണെങ്കിൽ. വർക്കലയ്ക്കും പരവൂരിനും ഇടയിൽ ഉച്ചയോടെ ട്രാക്കിൽ വിള്ളൽ വീണ്ടും കണ്ടെത്തിയതോടെ രാവിലെ മുതൽ സമയം തെറ്റി ഓടിയ ട്രെയിനുകൾ വീണ്ടും വൈകി. യാത്രക്കാരെയും ഇത് വലിച്ചു. അതേസമയം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രദേശവാസികൾ ഭയപ്പാടിലും ആശങ്കയിലുമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചുംബന സമരത്തിന് പിന്തുണയുമായി നടൻ മോഹൻലാലിന്റെ ബ്ലോഗ്. ആൺപെൺ സൗഹൃദങ്ങളെ സമീപിക്കുന്നതിൽ മലയാളികൾ പ്രാകൃതാവസ്ഥയിലും വൈകൃതാവസ്ഥയിലുമാണെന്ന് മോഹൻലാൽ ആരോപിക്കുന്നു. സദാചാര പോലീസിനെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട് മോഹൻലാൽ. സദാചാര പോലീസിനെ രൂക്ഷമായി വിമർശിച്ചാണ് ലാലേട്ടന്റെ ബ്ലോഗ്. സദാചാരം എന്നാൽ ഒരു വ്യക്തിയോ സംഘടനയോ നിശ്ചയിക്കേണ്ട ഒരു കാര്യമല്ലെന്ന് സദാചാരത്തിന്റെ പുകയും പൂക്കളും എന്ന തന്റെ പുതിയ ബ്ലോഗിൽ ലാലേട്ടൻ കുറിക്കുന്നു. സദാചാരം എന്ന് പറഞ്ഞ് മലയാളികൾ അക്രമങ്ങളാണ് കാട്ടിക്കൂട്ടുന്നതെന്നും പ്രാകൃത ഗോത്ര രീതിയാണ് ഇപ്പോഴും മലയാളികൾ സ്വീകരിക്കുന്നതെന്നും ഇത്രയും വൈകൃതത്തോടെ സദാചാര പോലീസ് ആവുന്നത് ലജ്ജാകരമാണെന്നും ലാലേട്ടൻ ബ്ലോഗിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ സദാചാരത്തിന് ചില കാവലാളുകൾ വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും മതനേതാക്കളും സദാചാര സംരക്ഷണ സേനയായി രംഗത്തു വന്നു കഴിഞ്ഞു. ഇവരാരും ഇത്ര വീര്യത്തോടെ ഒരു പൊതുപ്രശ്നത്തിലും ഇടപെട്ട് കണ്ടിട്ടില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളോ മതാധ്യക്ഷന്മാരോ അല്ല നമ്മുടെ നിയമപാലകരെന്നും അവർ നിയമം കയ്യിലെടുക്കുമ്പോഴാണ് നാട് കലഹത്തിലേക്ക് വീഴുന്നതെന്നും ലാലേട്ടൻ ബ്ലോഗിൽ പറയുന്നു. പരസ്പരം ചുംബിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ചുംബിക്കാതിരിക്കാനും. എന്നാൽ നിങ്ങൾ എൻ്റെ കൺമുന്നിൽ വെച്ച് ചുംബിക്കരുത് എന്ന് പറയാൻ എനിക്കൊരവകാശവുമില്ല. ഇഷ്ടമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് ഞാനാണ് മാറിപ്പോകേണ്ടത്. അതാണ് മര്യാദ, മാന്യത. ബ്ലോഗ് വായിക്കുന്ന എല്ലാവർക്കും സ്നേഹചുംബനങ്ങൾ നൽകിക്കൊണ്ട് ലാലേട്ടൻ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു. സർക്കാർ ഗോഡൌൺ സംവിധാനം ഉണ്ടായിട്ടും സിവിൽ സപ്ലൈസ് റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാനുള്ള അരി സംഭരിക്കുന്നത് സ്വകാര്യ ഗോഡൌണിൽ. കുറഞ്ഞ ചെലവിൽ അരി സംഭരിക്കാൻ ബേപ്പൂരിൽ സൗകര്യമുള്ളപ്പോഴാണ് വെള്ളയിലെ സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ അരി സംഭരിക്കുന്നത്. സർക്കാർ ഗോഡൌണിലേക്ക് അരി സംഭരണം മാറ്റാനുള്ള ഉത്തരവിറങ്ങിയിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല.
കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ട്. 1980 മുതൽ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബേപ്പൂരിലെ ഗോഡൌൺ കേന്ദ്രീകരിച്ചായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വരെ മലബാർ മേഖലയിലെ അരിസംഭരണവും വിതരണവും നടന്നിരുന്നത്. നിലവിൽ സപ്ലൈകോയുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഗോഡൌണിലെ 9 സംഭരണശാലകളിലായി 15,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. കയറ്റിറക്ക് തൊഴിലാളികളുടേതുൾപ്പെടെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആവശ്യം പരിഗണിച്ച് ഒരാഴ്ച മുമ്പ് റീജിയണൽ മാനേജർ ഗോഡൌൺ വെള്ളയിൽ നിന്ന് ബേപ്പൂരിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ വാടക ഇനത്തിൽ നഷ്ടമുണ്ടാകുമെന്ന പേര് പറഞ്ഞ് തീരുമാനം അട്ടിമറിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുകയാണ്. ബേപ്പൂരിലേക്ക് സംഭരണം മാറിയാൽ കയറ്റിറക്ക് കൂലിയിൽ ക്വിന്റലിന് 7 രൂപയും ഗോഡൌൺ വാടക ഇനത്തിൽ സ്ക്വയർ ഫീറ്റിന് 13 രൂപയും സർക്കാരിന് നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വസ്തുത. തീരുമാനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെട്ട ലോബിയാണെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. സിവിൽ സപ്ലൈസിൽ നടക്കുന്ന ഒരു അഴിമതിൻ്റെ ഒരു ഉദ്യോഗസ്ഥ മാഫിയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു സൗകര്യമുള്ള ഒരു ഗോഡൌണും കാര്യങ്ങൾ ഗവൺമെൻറ് ഗോഡൌൺ ഉണ്ടായിട്ട് പ്രൈവറ്റ് ഗോഡൌണിൽ കൊണ്ടുപോയി സാധനങ്ങൾ നിക്ഷേപിക്കുക, എന്നിട്ട് അവിടുന്ന് തിരിമറി ചെയ്യുക. ഇത് കാലം കുറേ റേഷനറി സ്തംഭിപ്പിക്കലും ഒരു 10 തൊഴിലാളികളും കുറച്ച് മാഫിയ ഉദ്യോഗസ്ഥന്മാരും കൂടി കൂടിയിട്ടുള്ള കൂലി പോസ്റ്റൊന്നല്ല ഇത്. വെറുതെ ഇപ്പം പുകമാർക്കും വേണ്ടി കൂലിക്കാരന് പറയുന്നുള്ളൂ. 20 ഉദ്യോഗസ്ഥന്മാരെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 1997 ഇ ചന്ദ്രശേഖരൻ നായർ മന്ത്രിയായിരിക്കെ ഗോഡൌൺ ബേപ്പൂരിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ തീരുമാനം നടപ്പിലായില്ല. ബേപ്പൂർ തുറമുഖത്തിലേക്ക് ഗോഡൌണിൽ നിന്ന് 1.5 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററിൻ്റെയും ദൂരം മാത്രമാണുള്ളത്. അനുകൂല സാഹചര്യമെല്ലാം ഉണ്ടായിട്ടും സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തീരുമാനം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിസ് ഹോണ്ടുറാസിന്റെയും സഹോദരിയുടെയും കൊലപാതകികൾ 4 പേരെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 80 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മിസ് ഹോണ്ടുറാസ് കൊലപാതകത്തിന്റെ പ്രധാന സൂത്രധാരനായ സഹോദരിയുടെ കാമുകൻ പ്ലൂട്ടാർക്കോ റൂയിസിന്റെ സഹായികളാണ് പിടിയിലായവർ. ആരിഷ് മിജിയ, വെഞ്ചുറ ഡയസ്, എലിസബത്ത് അൽവറാഡോ എന്നിവരാണ് പിടിയിലായത്. കാണാതായി ദിവസങ്ങൾക്ക് ശേഷം മിസ് ഹോണ്ടുറാസ് മറിയ ജോസ് അൽവറാഡോയുടെയും സഹോദരി സോഫിയയുടെയും മൃതദേഹങ്ങൾ ഹോണ്ടുറാസിലെ അഗ്വാഗ നദീതീരത്ത് മറവ് ചെയ്ത രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ലണ്ടനിൽ നടക്കുന്ന ലോകസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാൻ മരിയ ഒരുങ്ങവെയായിരുന്നു ദുരന്തം. റൂയിസിന്റെ പെരുന്നാൾ പാർട്ടിയിൽ സോഫിയ മറ്റൊരാളോടൊത്ത് നൃത്തം ചെയ്തതിലുള്ള അസൂയ കാരണം റൂയിസ് ഇവരെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സോഫിയയുടെ തലയ്ക്ക് വെടിയുതിർത്ത് റൂയിസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മറിയയ്ക്ക് നേരെയും പിന്നിൽ നിന്ന് 2 തവണ നിറയൊഴിച്ചു. കൃത്യം ചെയ്യാൻ മറ്റു 3 പേരും ഇയാളെ സഹായിച്ചു. പെരുന്നാൾ പാർട്ടി നടന്ന ഹോട്ടലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വെച്ചാണ് കൊലപാതകം നടത്തിയത്. റൂയിസിനെയും ആരിസ് മിജിയെയും ചൊവ്വാഴ്ച തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മരിയയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ ശേഷമാണ് മറ്റു 2 പേരെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് 26,000 സ്വവർഗ അനുരാഗികളുണ്ടെന്ന് സർവേ റിപ്പോർട്ട്. ഇതിൽ 10% പേർ സ്ത്രീയായി ഇണയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും കണ്ടെത്തി. ലാസ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പഠനം നടത്തിയത്. സമൂഹത്തിലെ സദാചാര പോലീസുകാരുടെ വിലക്കും കുടുംബ പ്രശ്നങ്ങളും നിയമക്കുരുക്കും സ്വവർഗാനുരാഗികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാനാകാതെ ഉള്ളിലൊതുക്കേണ്ടി വരുന്ന സാഹചര്യം പലർക്കും പീഡനമായതോടെ പലായനം മാത്രമാണ് രക്ഷാമാർഗമെന്ന അവസ്ഥയിൽ സ്വവർഗാനുരാഗികൾ എത്തിച്ചേർന്നുവെന്നും ലാസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. സംസ്ഥാനത്തെ 26,000 വരുന്ന 3 ലിംഗക്കാരിലാണ് പഠനം നടന്നത്. ഇവരിൽ 10% പേർ തങ്ങളിലെ സ്ത്രീത്വം പരസ്യമായി പ്രകടിപ്പിക്കാനും ഇണയുമായുള്ള ജീവിതം ആഗ്രഹിക്കുന്നുവെന്നും ലിംഗമാറ്റത്തിന് താല്പര്യമുള്ളവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ കണക്കിലെടുത്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ട്രാൻസ്ജെൻഡർ പദ്ധതിക്ക് തുടക്കമിട്ടത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗികമായി ഗവൺമെൻറ് അവരെ അംഗീകരിച്ചു കഴിഞ്ഞു. അവർക്ക് വേണ്ടി പല ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്തു തുടങ്ങി. അവർക്ക് വേണ്ടി കോളേജുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും റിസർവേഷൻ 1% റിസർവേഷൻ കൊടുത്തു തുടങ്ങി. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സദാചാര പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒട്ടും തന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കൊല്ലം ജില്ലയിലെ 1400 വരുന്ന MSM ഗ്രൂപ്പിൽപ്പെട്ടവരിൽ 360 പേർ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു. മാസം തോറും സ്ത്രീപക്ഷ കലാപരിപാടികൾ സംഘടിപ്പിക്കുക, സുരക്ഷ ഉറപ്പാക്കുന്ന ലൈംഗികതയ്ക്ക് ബോധവൽക്കരണം നൽകുക, ലിംഗമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഏജൻസികളെ ഉപയോഗിച്ച് കൗൺസിലിംഗ് നൽകുക എന്നിവയാണ് ട്രാൻസ്ജെൻഡർ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്വവർഗാനുരാഗികളെ സംബന്ധിച്ച് സ്ത്രൈണഭാവം എന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. സർക്കാരിൻ്റെ ഈ പദ്ധതി കൊണ്ട് സ്വപ്ന സാഫല്യമാണ് കൈവരാൻ പോകുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. നാദാപുരത്ത് സീനിയർ വിദ്യാർത്ഥികൾ പീഡിപ്പിച്ച LKG വിദ്യാർത്ഥിനിയെ അപമാനിക്കുന്ന പ്രസംഗം നടത്തിയ AP വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ പിതാവിൻ്റെ പരാതിയെ തുടർന്ന്
വളയം പോലീസാണ് കേസെടുത്തത്. നാദാപുരത്ത് പീഡനത്തിനിരയായ LKG വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുന്ന തരത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. AP വിഭാഗം സുന്നി നേതാവും സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് സെക്രട്ടറിയും പ്രമുഖ മതപണ്ഡിതനുമായ സഖാഫിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു. സഖാഫിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവ് വടകര റൂറൽ SP-ക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകി. റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരമാണ് വളയം പോലീസ് സഖാഫിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. IPC 201-500 ജുവനൈൽ ആക്ടിലെ 23 വകുപ്പുകൾ പ്രകാരമാണ് സഖാഫിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനിടെ കേസന്വേഷണം അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന DYSP ജേഴ്സൺ അബ്രഹാമിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KK ലതിക MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന TO സൂരജിന് കോയമ്പത്തൂരിൽ ഫ്ളാറ്റുള്ളതായി രേഖകൾ. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും മുമ്പ് വൈറ്റില ഇന്ത്യൻ ബാങ്കിലെ ലോക്കർ തുറന്ന് പ്രധാനപ്പെട്ട പല രേഖകളും മാറ്റി. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സെർച്ച് റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കോയമ്പത്തൂരിൽ തനിക്ക് ഫ്ളാറ്റില്ലെന്നും ഉണ്ടെന്ന് തെളിയിച്ചാൽ താൻ എന്തിനും തയ്യാറാണെന്നും TO സൂരജ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. കോയമ്പത്തൂരിലെ ഫ്ളാറ്റിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യ സുമയുടെ പേരിലുള്ളതാണ് ഫ്ളാറ്റ്. 2 കോടി രൂപ വിപണി വിലയാണ് വിജിലൻസ് ഫ്ളാറ്റിന് കണക്കാക്കിയിട്ടുള്ളത്. അതോടൊപ്പം വിദേശത്തും സൂരജിന് ഫ്ളാറ്റുള്ളതായി വിജിലൻസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മകളുടെ പേരിലാണ് ഇവിടുത്തെ ഫ്ളാറ്റ്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും മുൻപ് ഭാര്യ സുമ എറണാകുളം വൈറ്റ്ലയിലെ ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിലെത്തി സൂരജിന്റെ പേരിലുള്ള ലോക്കർ തുറന്നിരുന്നു. ഇതിലുണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട രേഖകളും മാറ്റിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇതിനിടെ പരിശോധന റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. വസ്തു ഇടപാടുകൾ സംബന്ധിച്ചും ഓഹരി ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള നിരവധി രേഖകളാണ് ഇന്ന് സമർപ്പിച്ചവയുടെ കൂട്ടത്തിലുള്ളത്. അതോടൊപ്പം 20ഓളം ചെക്ക് ബുക്കുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി, തൃശൂർ. IPL കോഴയിൽ N ശ്രീനിവാസനെ ന്യായീകരിച്ച് BCCI സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കോഴവെപ്പിൽ ഉൾപ്പെട്ട കളിക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്ന് BCCI. കുറ്റക്കാരെന്ന് മുദ്ഗൽ കമ്മിറ്റി കണ്ടെത്തിയ കളിക്കാർ ചെയ്തത് ചെറിയ തെറ്റുകളാണെന്നും BCCI സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യമാക്കിയതിനു ശേഷം തിങ്കളാഴ്ച കേസ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് BCCI സത്യവാങ്മൂലം സമർപ്പിച്ചത്. BCCI സെക്രട്ടറി സഞ്ജയ് പട്ടേൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുൻ അധ്യക്ഷൻ N ശ്രീനിവാസനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. കോഴ ഇടപാടിനെക്കുറിച്ച് N ശ്രീനിവാസന് അറിവുണ്ടായിരുന്നില്ല. BCCI 3 ഒഫീഷ്യലുകൾക്കും ഒപ്പം ശ്രീനിവാസനും കോഴയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് മുദ്ഗൽ കമ്മിറ്റി കണ്ടെത്തൽ. റിപ്പോർട്ട് സുപ്രീംകോടതി പരസ്യപ്പെടുത്തിയതിനു പിന്നാലെ 18-ാം തീയതി ചേർന്ന BCCI യോഗം മുദ്ഗൽ കണ്ടെത്തൽ വിശദമായി ചർച്ച ചെയ്തുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. റിപ്പോർട്ടിൽ കോഴ ഇടപാട് നടന്നുവെന്ന് പറയുന്ന സമയങ്ങളിൽ ഇന്ത്യൻ ടീം മാനേജറായിരുന്ന രഞ്ജിത് ബിസ്വാൽ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു. കുറ്റക്കാർ ചെയ്തത് ചെറിയ കുറ്റമായിരുന്നു. ഇതേ തുടർന്ന് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് വ്യക്തമായ 3 കളിക്കാർക്ക് BCCI കർശനമായ താക്കീത് നൽകി. ഇത് വാക്കാലാണ് നൽകിയത്. അതിനാൽ കോടതിയിൽ സമർപ്പിക്കാൻ രേഖാമൂലമുള്ള തെളിവുകൾ ഇല്ലെന്നും BCCI പറയുന്നു. തിങ്കളാഴ്ച സത്യവാങ്മൂലം സുപ്രീംകോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അരങ്ങിൽ തന്നെ മരണം സംഭവിക്കുക എന്നത്. അത്തരത്തിൽ അപൂർവമായി മരണം സംഭവിച്ച വള്ളിക്കുന്നം രാമചന്ദ്രന്റെ വേർപാട് നാടകലോകത്തിന് തീരാനഷ്ടമായി. നാടകവേഷത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരവും. ജീവിതത്തിന്റെ അനിശ്ചിതത്വം ഓർമ്മപ്പെടുത്തുകയാണ് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ. സ്കൂൾ തലം മുതൽ തന്നെ നാടകാഭിനയം മനസ്സിൽ സൂക്ഷിച്ചു വന്ന കലാകാരനാണ് അന്തരിച്ച RC പിള്ള. സംസ്ഥാന സംസ്കൃത സ്കൂൾ യുവജനോത്സവത്തെ മികച്ച നടനായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ പലതരത്തിലുള്ള ചെറിയ വേഷങ്ങൾ ചെയ്തു വരുന്നതിനിടയിലാണ് രാമചന്ദ്രൻ 4 വർഷം മുൻപ് മാവേലിക്കരയിലെ പ്രശസ്തമായ കേരളകലാ ഡാൻസ് അക്കാദമിയിൽ എത്തിയത്. സപ്താഹയജ്ഞം 6-ാം ദിവസം എന്ന നൃത്തനാടകത്തിൽ അവസാന ദിവസത്തെ റിഹേഴ്സൽ KPAC-യിൽ നടക്കുന്നതിനിടയിലാണ് അവസാന രംഗത്ത് നടൻ സ്റ്റേജിൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രംഗത്തിൻ്റെ അവസാനം വൈകുണ്ഠത്തിൽ വെച്ച് മോക്ഷം കൊടുത്ത് സ്റ്റേജിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയും കർട്ടൻ വീഴുന്നതിനോടൊപ്പം ഈ മനുഷ്യൻ വീഴുകയായിരുന്നു. സെക്കൻഡിൽ തന്നെ KPAC തൊട്ട് മുമ്പിലുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരനക്കം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇദ്ദേഹം മരിച്ചു.
വള്ളികുന്നം കളക്കാട്ട് കിഴക്കേതിൽ രാഘവൻ പിള്ളയുടെ മകനാണ് രാമചന്ദ്രൻ. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് നാടകാഭിനയം. 750 രൂപയാണ് ഒരു നാടകത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത്. ഭാര്യയുമായി വാടകയ്ക്ക് താമസിച്ചിരുന്ന രാമചന്ദ്രന് സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തതിന്റെ പേരിൽ സഹോദരിയുടെ വീട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചു വൈകുണ്ഠത്തിലെത്തുന്ന കുചേലന്റെ മരുമകൻ ഗോവിന്ദൻ ശ്രീകൃഷ്ണനെ വണങ്ങുന്ന രംഗം അഭിനയിച്ച് നിർത്തുമ്പോഴായിരുന്നു രാമചന്ദ്രന്റെ ജീവനും സ്റ്റേജിൽ വെച്ച് തന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാടകവേഷത്തിൽ തന്നെയാണ് ഈ വലിയ കലാകാരന് സഹപ്രവർത്തകരും ബന്ധുക്കളും യാത്രാമൊഴി നൽകിയതും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അപകടത്തിൽ മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ട് വർഷങ്ങളായിട്ടും തുക ലഭിച്ചില്ലെന്ന് പരാതി. തൃശൂർ മാള സ്വദേശി ജമാലിന്റെ കുടുംബമാണ് നഷ്ടപരിഹാര തുക ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകേണ്ട കേസിലെ പ്രതികളാണെങ്കിൽ വിദേശത്തുമാണ്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 2005 മാള സ്വദേശി ജമാൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മിനി ടിപ്പർ ലോറിയിടിച്ച് അപകടം സംഭവിച്ചത്. സംഭവത്തെ തുടർന്ന് ടിപ്പർ ലോറി ഉടമകൾ കുറ്റം സംബന്ധിച്ച പിഴയടയ്ക്കുകയും ചെയ്തു. അപകടശേഷം കോമാവസ്ഥയിലായ ജമാൽ 2008 മരിച്ചു. കുറ്റക്കാർക്കെതിരെ സിവിൽ കേസ് നിലനിൽക്കുന്നതിനാൽ മരിച്ച യുവാവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഇരിങ്ങാലക്കുട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിട്ടു. എന്നാൽ കുറ്റക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിനാൽ MVI ആക്ട് പ്രകാരം വീണ്ടും ട്രിബ്യൂണലിനെ സമീപിച്ചതിനെ തുടർന്ന് റവന്യൂ റിക്കവറി നടത്താൻ കോടതി കളക്ടറോട് നിർദ്ദേശിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ നടപടിക്രമം തുടങ്ങിയെങ്കിലും കുറ്റക്കാർ സ്ഥലത്തില്ലെന്നും ഇവരുടെ പേരിൽ വസ്തുവകകൾ ഇല്ലെന്നും കാണിച്ച് റവന്യൂ റിക്കവറി താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇതോടെ ഇവർക്ക് 10 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള മാർഗവും ഇല്ലാതായി. അപകടത്തിൽ മരിച്ച ജമാലിൻ്റെ ബന്ധു 2008 ആൾ മരിച്ചു. 2010 വിദ്യാപനം ചെയ്തു. ഇതിനെ സംബന്ധിച്ച് പ്രതികൾ പൈസ അടയ്ക്കാൻ തയ്യാറായില്ല. വില്ലേജ് ഓഫീസർക്ക് RR നടപ്പാക്കുന്ന വില്ലേജ് ഓഫീസർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വില്ലേജ് ഓഫീസറും ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജമാലിൻ്റെ ചികിത്സയ്ക്കായി 20 ലക്ഷത്തിൽ പരം രൂപ ബന്ധുക്കൾക്ക് ചിലവായിട്ടുണ്ട്. അർഹമായ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടും നടപ്പാക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്കും റവന്യൂ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.